ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളികളിലെ സ്വർണം വേർതിരിച്ചെടുത്ത് വിൽപ്പന നടത്തി പണം സമ്പാദിക്കുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കജ് ഭണ്ഡാരിയുമായി ഗൂഢാലോചന നടത്തി. ഇനി ദേവസ്വം ജീവനക്കാർക്ക് ഇതിലുള്ള പങ്കുകൂടി വ്യക്തമാകണം. കൽപേഷിനെ ഇടനിലക്കാരനാക്കി ഗോവർദ്ധനാണ് സ്വർണം വിറ്റത് എന്നും അറസ്റ്റിലായ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെയും സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെയും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദേവസ്വം സ്വത്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്വർണം കൊള്ളയടിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ദേവസ്വം ബോർഡിലെ ചിലരും ചേർന്ന് ഗൂഢാലോചന നടത്തി. പോറ്റിയെ പോലെ തന്നെ സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കുള്ളവരാണ് ഭണ്ഡാരിയും ഗോവർദ്ധനുമെന്നും അതുകൊണ്ട് തന്നെ അറസ്റ്റ് നിർണായകമായിരുന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള ഗൂഢാലോചനയുടെ ആഴവും പരപ്പും വ്യക്തമാക്കുന്നതാണ് പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും റിമാൻഡ് റിപ്പോർട്ട്. സ്വർണ്ണമോഷണത്തിലും കുറ്റം മറച്ചുവെക്കുന്നതിലും ഒരുപോലെ പങ്കുള്ളവരാണ് ഇരുവരുമെന്നും പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയുമാണ് സ്വർണം തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തിയത്. പിന്നീട് വേർതിരിച്ചെടുത്ത സ്വർണം കൽപേഷ് എന്ന ഇടനിലക്കാരൻ വഴി ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന് വിറ്റു. ദേവസ്വം ബോർഡിലുള്ളവരും അറിഞ്ഞാണ് ഈ മോഷണം നടത്തിയത്. സ്വാഭാവികമായും ദേവസ്വം ബോർഡിലുള്ളവർക്ക് മോഷ്ടിച്ചു വിറ്റ സ്വർണത്തിന്റെ പങ്ക് കിട്ടിയിട്ടുണ്ടാകും. അത് മനസ്സിലാകണമെങ്കിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരെയും ചോദ്യം ചെയ്യേണ്ടി വരും. ഇനി അന്വേഷണം നടക്കാൻ പോകുന്നത് ദേവസ്വം ബോർഡ് ജീവനക്കാരെ കുറിച്ചാണ്. അക്കാലത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ വിജയകുമാറിനെയും ശങ്കർദാസിനെയും ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി SITയോട് ചോദിക്കുകയും ചെയ്തതാണ്. ഇവർ അറിയാതെ എങ്ങനെയാണ് അവിടെ ഇത്ര വലിയ തിരിമറികൾ നടക്കുക എന്നാണ് ഹൈക്കോടതിയുടെ സംശയം. ശബരിമലയിലെ സ്വർണമാണ് എന്നും ദേവസ്വം സ്വത്താണ് എന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും കവർച്ച ആസൂത്രണം ചെയ്തത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ സ്വർണം പൂശിയ ഏജൻസിയാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ്. അതിന്റെ സിഇഒയാണ് പങ്കജ് ഭണ്ഡാരി. പോറ്റിയുടെ സഹായത്തോടെ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ചെടുത്തു. ആകെ വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ നിന്നും 109 ഗ്രാം സ്വർണം പണിക്കൂലിയായി പങ്കജ് ഭണ്ഡാരി എടുത്തു. ബാക്കി വന്ന 470 ഗ്രാം സ്വർണമാണ് വിൽപ്പന നടത്തിയത്. ഇതിനായി കൽപേഷ് എന്ന ഇടനിലക്കാരന്റെ സഹായം തേടി. കൽപേഷ് വഴി ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന് വിറ്റതും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഇക്കാര്യങ്ങളെല്ലാം പോറ്റി SITയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതാനും സ്വർണം ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറി റെയ്ഡ് ചെയ്തപ്പോൾ അന്വേഷണ സംഘം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. പോറ്റിയുടെ മൊഴി ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമാന അളവിലെ സ്വർണമാണ് SIT സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഗോവർദ്ധന്റെ പക്കൽ നിന്നും കണ്ടെത്തിയത് എന്നാണ് വിവരം. സ്വർണ്ണ കവർച്ചാ കേസിൽ പങ്കജ് ഭണ്ഡാരി 12ാം പ്രതിയാണ്, ഗോവർദ്ധൻ 13ാം പ്രതിയും. ഇനി ഇവർക്ക് ദേവസ്വം ജീവനക്കാരുമായുള്ള ബന്ധവും സ്വർണ്ണ കവർച്ചയിൽ ജീവനക്കാരുടെ ഗൂഢാലോചനയും കണ്ടെത്താൻ പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതായി വരും. ഇതിനായി അന്വേഷണ സംഘം പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കാൻ കോടതിയിൽ അപേക്ഷ നൽകും. സംഭാവനകൾ നൽകുന്നവരെന്ന നിലയിൽ പ്രതികൾക്ക് ബോർഡ് ജീവനക്കാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ദേവസ്വം ജീവനക്കാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഇരുവർക്കും ജീവനക്കാർക്കിടയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടായിരുന്നത്. ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ ദേവസ്വം ജീവനക്കാരുമായുള്ള ബന്ധം വ്യക്തമാകും. വലിയൊരു കൊള്ള സംഘം തന്നെ ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കാൻ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതോടെ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസ്, വിജയകുമാർ എന്നിവർക്ക് മേൽ കുരുക്കുമുറുകുകയാണ്. പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും മണിക്കൂറുകൾ ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മൊഴികളിൽ ശങ്കർദാസിനും വിജയകുമാറിനുമെതിരെ പരാമർശമുണ്ട് എന്നാണ് വിവരം. ബോർഡിലെ എല്ലാവർക്കും സ്വർണത്തിന്റെ കാര്യങ്ങൾ അറിയാമായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മൊഴി നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിക്കുകയും ചെയ്തതാണ്. ഇവരറിയാതെ ഇത്തരത്തിലൊരു ഇടപാട് ശബരിമലയിൽ നടക്കില്ല എന്നാണ് ഹൈക്കോടതി സംശയം പ്രകടിപ്പിക്കുന്നത്. ഇതിന് പിന്നാലെ സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ED FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ FIRന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുള്ള നീക്കത്തിൽ EDയുടെ ആവശ്യം കൊല്ലം വിജിലൻസ് കോടതി അംഗീകരിച്ചിരുന്നു. FIRന്റെ പകർപ്പ് കൈമാറാൻ കോടതി SITക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഔദ്യോഗികമായി ED പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരുന്നുവെങ്കിലും SIT അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ ലഭിക്കാത്തത് തിരിച്ചടിയായിരുന്നു. ഇതേ തുടർന്നാണ് FIR പകർപ്പ് ലഭിക്കാൻ ED മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. പക്ഷേ മജിസ്ട്രേറ്റ് കോടതി ആവശ്യം നിരാകരിച്ചു. ഇതോടെ ED ഹൈക്കോടതിയെ സമീപിച്ചു.
ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വീണ്ടും കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകി. കോടതി ഉത്തരവോടെ രേഖകൾ ലഭിക്കുമെന്നതിനാൽ അടുത്ത ദിവസം തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കും. കേസിന്റെ മുഴുവൻ രേഖകളും ഇഡിക്ക് നൽകാൻ വിജിലൻസ് കോടതി ഉത്തരവുണ്ട്. ഇതോടെ സംസ്ഥാന സർക്കാരിലേക്കും മുൻ ദേവസ്വം മന്ത്രിയും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കടകംപള്ളി സുരേന്ദ്രനിലേക്കും പെട്ടെന്ന് അന്വേഷണം എത്തുമോ എന്നാണ് CPM ആശങ്കപ്പെടുന്നത്. അതേസമയം കേന്ദ്ര അന്വേഷണത്തിന് വഴിതെളിഞ്ഞത് വലിയ വിജയമാണ് എന്ന് BJPയും കരുതുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെറുമൊരു വീഴ്ച മാത്രമായി നിസ്സാരവൽക്കരിക്കുന്നത് ആരെ സംരക്ഷിക്കാനാണ് എന്നാണ് BJPയുടെ ചോദ്യം. എന്തായാലും ദേവസ്വം ബോർഡ് ജീവനക്കാരിലേക്ക് കൂടി അന്വേഷണം നീളുന്നതോടെ ഗൂഢാലോചനയുടെ കൂടുതൽ വിവരങ്ങൾ ചുരുളഴിയുമെന്നാണ് കരുതപ്പെടുന്നത്.